കലാകാരന്മാരുടെ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ചയാകുന്ന ഒരു സന്ദർഭമാണല്ലോ ഇത്. എമ്പുരാൻ എന്ന സിനിമയുടെ റിലീസിനെ തുടർന്ന് മോഹൻലാലിൻ്റെയും പൃഥ്വിരാജിൻ്റെയും മുരളി ഗോപിയുടെയും ഒക്കെ രാഷ്ട്രീയം വലിയ രീതിയിൽ ചർച്ചയായിക്കൊണ്ടിരിക്കുകയാണ്. എമ്പുരാൻ സിനിമയുമായി ബന്ധപ്പെട്ട് രാജ്യസഭയിൽ എംപിമാരായ സുരേഷ് ഗോപിയും ജോൺ ബ്രിട്ടാസും പരസ്പരം കൊമ്പ് കോർത്തപ്പോൾ കൈരളി ചെയർമാനായ മമ്മൂട്ടിയുടെ പേര് പരാമർശിക്കാതെ സുരേഷ് ഗോപി മമ്മൂട്ടിയെ വെല്ലുവിളിച്ച സാഹചര്യം ഉണ്ടായി. TP 51 വെട്ട്, ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റ് എന്നീ സിനിമകൾ റിലീസ് ചെയ്യാനുള്ള ധൈര്യം കൈരളി ചെയർമാനായി മമ്മൂട്ടിക്ക് ഉണ്ടോ എന്നാണ് അദ്ദേഹം ചോദിച്ചത്. കോളേജിൽ SFI ആയിരുന്ന, പിന്നീട് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണങ്ങളിൽ സജീവമായി പങ്കെടുത്തിരുന്ന സുരേഷ് ഗോപി സ്ഥാനമാനങ്ങൾ മോഹിച്ചു തന്നെയാണ് BJPയിലേക്ക് എത്തുന്നത്. എന്നാൽ മമ്മൂട്ടിയാകട്ടെ രാഷ്ട്രീയ പരാമർശങ്ങൾ നടത്തുന്നതിൽ പോലും അതീവ സൂക്ഷ്മത പുലർത്തുന്ന ആളാണ്. ഒരു സിനിമാ നടൻ രാഷ്ട്രീയ പ്രവർത്തകൻ ആകുന്നതിനോട് പോലും അദ്ദേഹത്തിന് യോജിപ്പില്ല. സിനിമ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ജീവവായു. ഞാനൊരു കമ്മ്യൂണിസ്റ്റുകാരൻ ആണെന്നോ CPM കാരനാണെന്നോ അദ്ദേഹം ഒരിക്കലും എവിടെയും പറഞ്ഞിട്ടില്ല. എങ്കിൽ കൂടിയും അദ്ദേഹം ഒരു ഇടത് സഹയാത്രികനാണ് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. പലപ്പോഴും കമ്മ്യൂണിസ്റ്റ് ബേസ്ഡ് സിനിമകളിലെ നായകനായി അദ്ദേഹം അഭിനയിച്ചിട്ടുമുണ്ട്. ഓർമ്മകൾ ഉണ്ടായിരിക്കണം, സ്റ്റാലിൻ, ശിവദാസ്, പരോൾ തുടങ്ങിയവ അവയിൽ ചിലതാണ്. DYFI ഗുജറാത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഗുജറാത്ത് കലാപം നടക്കില്ല എന്ന് അദ്ദേഹം മുമ്പൊരിക്കൽ അഭിപ്രായപ്പെട്ടത് വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. പലപ്പോഴും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയായി CPM ക്ഷണിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹം അത് സ്നേഹപൂർവ്വം നിരസിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. എമ്പുരാനും ഗുജറാത്ത് കലാപവും സുരേഷ് ഗോപിയുമൊക്കെ വാർത്തകളിൽ സജീവമാകുന്ന ഈ സമയത്ത് മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എന്താണ് എന്ന് ഡോക്ടർ MK മുനീർ വ്യക്തമാക്കുന്ന ഒരു വീഡിയോ ഇപ്പോൾ ശ്രദ്ധ നേടുകയാണ്. വീഡിയോയിൽ മമ്മൂട്ടിയുടെ രാഷ്ട്രീയം എന്താണെന്ന് അദ്ദേഹം കൃത്യമായി വിവരിക്കുന്നുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ട ശേഷം നമുക്ക് മടങ്ങി വരാം. മമ്മൂട്ടിക്ക് അദ്ദേഹത്തിൻ്റെതായൊരു രാഷ്ട്രീയമുണ്ടാകാം. അദ്ദേഹം തന്നെ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഞാനൊരു ലിബറൽ ലെഫ്റ്റാണ്. അതായത് വളരെ ഉദാരമതിയായ ഒരു ഇടതുപക്ഷമാണ് എന്ന്. എല്ലാ വേദിയിലും പ്രത്യക്ഷപ്പെടാൻ യോഗ്യനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ടാണ് ഇടതുപക്ഷത്തിന്റെ വേദിയിലായാലും LK അദ്വാനിയുടെ വേദിയിലായാലും ആരുടെ വേദിയിലായാലും മമ്മൂട്ടി അവിടെ എന്തു പറയുന്നു എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അവിടെയൊന്നും തലകുനിക്കാതെ തനിക്ക് പറയാനുള്ള അഭിപ്രായം തുറന്നു പറഞ്ഞ ഒരു പ്രതിഭയെ നിങ്ങൾക്ക് വേറെ ഇവിടെ കാണാൻ സാധിക്കും. ഞങ്ങളോ മറ്റോ ഇന്ത്യയും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒരു കോൺഫെഡറേഷൻ ആകണമെന്ന് പറഞ്ഞാൽ അന്ന് ചാരവൃത്തി എന്ന് പറഞ്ഞ് ഞങ്ങളെ രാഷ്ട്രീയത്തിൽ നിർത്തിപ്പൊരിക്കും. പക്ഷെ അങ്ങനെ ഒരു കോൺഫെഡറേഷനെ കുറിച്ച് സ്വപ്നം കാണാനും അതിനെക്കുറിച്ച് അദ്വാനി ഇരിക്കുന്ന വേദിയിൽ നട്ടെല്ല് നിവർത്തി പറയാനും മമ്മൂട്ടിക്ക് മാത്രമേ സാധിക്കൂ. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് മമ്മൂട്ടിക്ക് തുല്യൻ മമ്മൂട്ടി മാത്രമാണ്. ഈ ഐക്കണെ നമ്മൾ ആർക്കും വിട്ടുകൊടുക്കരുത്. ഇത് കുറച്ച് പഴയ വീഡിയോ ആണ്. പക്ഷേ ഈ വീഡിയോയുടെ പ്രസക്തി എന്താണ് എന്ന് ഇപ്പോൾ നിങ്ങളോട് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്നും വിനീതമായി അഭ്യർത്ഥിക്കുന്നു. അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും ബൈ.